ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണല്ലേ, നോമ്പ് മാസത്തിലായ നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്താലും നമുക്ക് വെയിറ്റ് കുറയുന്നില്ല എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് അതിന് വേണ്ടിയുള്ള ഒരു സൊല്യൂഷനാണ്. വളരെ എളുപ്പമാണ്. നമുക്ക് പ്രത്യേകിച്ച് കുക്ക് ചെയ്യുക കാര്യങ്ങൾ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഓവർനൈറ്റ് ഓട്സ് ബൗളാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ 100% നല്ലോണം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് റെഡിയാക്കാൻ 5 മിനിറ്റ് മതി. പക്ഷെ നമുക്ക് ആ ദിവസം മുഴുവനും നമുക്ക് എനർജി ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് എടുക്കുന്നത് ഓട്സാണ്. അപ്പോൾ ഓട്സ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട റോൾഡ് ഓട്സ് അല്ലെങ്കിൽ പ്രീമിയം ഓട്സ് തന്നെ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. നമ്മൾ ഓട്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് സ്ലോ ആയിട്ടാണ് നമുക്ക് ഡൈജഷൻ ആവുക. അതുകൊണ്ട് നമുക്ക് എനർജി സ്ലോ ആയിട്ടാണ് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം നമുക്ക് വിശപ്പ് താങ്ങി നിർത്താനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൽ കൂടുതൽ ഫൈബർ ഉണ്ട്. അതുപോലെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അയൺ, പിന്നെ നമുക്ക് B1, മഗ്നീഷ്യം, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലോങ് ടൈം ഫുൾ ഫീലായിരിക്കും. നമുക്ക് ഒട്ടും തന്നെ വിശപ്പ് ഫീൽ ചെയ്യില്ല. പിന്നെ നമുക്ക് ബെല്ലി ഫാറ്റ് കൺട്രോൾ ചെയ്യാൻ അതുപോലെ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമുക്ക് കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ബ്ലഡ് ഷുഗറൊക്കെ നമുക്ക് സ്റ്റേബിളായിട്ട് നിലനിർത്താനും വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആപ്പിളും മാതളങ്ങയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ആപ്പിളിൽ ധാരാളം വിറ്റാമിൻ സി, അതുപോലെ ഫൈബർ, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഡൈജഷന് നമുക്ക് ഇമ്പ്രൂവ് ആക്കാൻ, അതേപോലെ തന്നെ നമുക്ക് ഫാറ്റുകൾ നമ്മുടെ ശരീരത്തിൽ കെട്ടി നിൽക്കുന്നതൊക്കെ കുറയ്ക്കാനും നമുക്ക് ഇമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യാനൊക്കെ നമുക്ക് കൂടുതലായിട്ട് ആപ്പിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മാതളങ്ങ വിറ്റാമിൻ സി, അതുപോലെ കെ, ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് സ്കിൻ ഗ്ലോ ചെയ്യാനും യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ബദാമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബദാമും നമുക്ക് മെയിനായിട്ട് നമുക്ക് ഹെൽത്തി ഫാറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തുണ്ടാവുന്ന ബാഡ് കൊളസ്ട്രോള് നമുക്കത് ഇല്ലാതാക്കാനും അതുപോലെ റെഡ്യൂസ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമുക്കതിൽ ധാരാളം മഗ്നീഷ്യം, പ്രോട്ടീന് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ബ്രെയിനും നല്ല ഒരു ഹെൽപ്പാണ് കേട്ടോ. ബ്രെയിൻ ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ വളരെ ഹെൽപ്പാണ്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് തൈരാണ്. അപ്പോൾ പ്രോബയോട്ടിക് തൈരിനെ എല്ലാവരും വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ധാരാളം കാൽസ്യം, അതുപോലെ തന്നെ പ്രോട്ടീൻ, വിറ്റാമിൻ B12 ഒക്കെ ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബ്ലോട്ടിങ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഡൈജഷനൊക്കെ വളരെ സ്മൂത്ത് ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലൊരു ഗുണമുള്ളതാണ് കേട്ടോ നമ്മൾ തൈര് കഴിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ കട്ടിയുള്ള തൈരിനെ മെയിനായിട്ട് ഇതിന് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഈ പ്രോബയോട്ടിക്കിൻ്റെ തൈരിനെ ഇതിനെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അത് ഏകദേശം ഞാനൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു സാധനമാണ്, നമ്മൾ ഫാസ്റ്റിങ്ങിന് നമ്മളിത് യൂസ് ചെയ്യണത് കൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കിത് ചിയ സീഡാണ്. അപ്പോൾ ഇതിൽ ധാരാളം നമുക്ക് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നല്ല ഹൈ ആയിട്ട് തന്നെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പ്രോട്ടീന്, omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. അതുപോലെ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മഗ്നീഷ്യം, അയൺ, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ അതുമാത്രമല്ല നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഫുഡുകളൊന്നും നമുക്ക് കഴിക്കാൻ ഒരു ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ ചിയ സീഡ് നമ്മളെപ്പോഴും ഡ്രൈ ആയിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല കേട്ടോ. അത് മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ ഏകദേശം ഒരു 7-8 മണിക്കൂറോളം നമ്മൾ ഈ പാലിലും അതുപോലെ നമ്മൾ ഈ തൈരിലും കൂടി ഇട്ട് വെക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആഡ് ചെയ്തത്. നമ്മൾ വേറെ വല്ല ഫുഡിൻ്റെ കൂടെ കഴിക്കണമെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലോ പാലിലോ ഇട്ട് നന്നായി സോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിൽ മെയിനായിട്ട് ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം നമുക്കിതിന് അല്പം ഹണി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഗുണങ്ങൾ കിട്ടുള്ളൂ. അപ്പം നമ്മളിത് നാച്ചുറലായിട്ടുള്ള ഒരു ഷുഗറാണ്. അതേപോലെ തന്നെ നമുക്കിതിൽ ആൻറ്റി ഓക്സിഡൻറ്റും അതേപോലെ തന്നെ മിനറൽസും കൂടിയുണ്ട്. പിന്നെ നമുക്കിതിൽ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു എനർജിയും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് നോമ്പ് സമയത്ത് നമുക്ക് കുറച്ച് എനർജി ആയിട്ടൊക്കെ ഇരിക്കണം വെച്ചാൽ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഏകദേശം ഒരു ചെറിയൊരു അളവിന് മാത്രം കൊടുത്താൽ മതി, ഒരുപാട് ആവശ്യമില്ല.
നമുക്കിപ്പോൾ എന്താണ് ഷുഗറൊക്കെ ഉള്ളവരാണ് വെച്ചാൽ ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരാൾക്ക് കഴിക്കാനുള്ള ഫുഡാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാണോ ഇപ്പോൾ ബദാമും പിന്നെ അതേപോലെ തന്നെ വാൾനട്ട് നമുക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു ഡ്രൈ ഫ്രൂട്ടാണ്. അപ്പോൾ വാൾനട്ട് എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വാൾനട്ടൊക്കെ ഉണ്ട് വെച്ചാൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിൽ ചേർക്കാനുള്ളത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ എന്തിനാ ചേർക്കുന്നത് വെച്ചാൽ നമുക്ക് ഇലക്ട്രോലൈറ്റ് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫാസ്റ്റിംഗ് സമയത്ത് നമ്മൾ ഡീഹൈഡ്രേഷൻ ആവാൻ കൂടുതലും ചാൻസ് ഉണ്ട്, കാരണം ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആവശ്യമില്ല. അപ്പോൾ ഒരല്പം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ഫുഡ് ഉണ്ടാക്കാൻ. എന്ന ഗുണങ്ങൾ ഒരുപാടാണ്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പലർക്കും ഉള്ളതാണ് എന്താണ് ഓട്സ് ഇങ്ങനെ നമ്മൾ വേവിക്കാതെ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയമുണ്ട്. പക്ഷേ ഒട്ടും അതൊരു പ്രശ്നമില്ല കേട്ടോ, കാരണം ഞങ്ങളിത് എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒന്നാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ രാത്രി 9 to 10 മണിൻ്റെ ഉള്ളിൽ നമ്മളിത് റെഡിയാക്കിയിട്ട് നമ്മൾ നന്നായി മൂടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് അത്താഴത്തിനടുത്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ചൂടാക്കുക കാര്യങ്ങളൊന്നും ആവശ്യമില്ല, നമുക്കത് റെഡിയാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ നമുക്കത് അങ്ങനെ എടുത്തിട്ട് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ കുറച്ച് കാലം ഒരു 7 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും അതിലുള്ള വ്യത്യാസം കാണും. അപ്പോൾ നമ്മളത് 30 ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് വെച്ചാൽ നമുക്ക് നല്ലോണം വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലീസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്രാവശ്യത്തെ നോമ്പ് എല്ലാവരും വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ ഹാപ്പി ആയിട്ടും പോട്ടെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരിക്കലും ബൈ, അസ്സലാമു അലൈക്കും.